നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തമിഴ്നാട് ഗവർണറുടെ കേസിൽ രാഷ്ട്രപതിക്കും ഇളവില്ല. ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. വിധി പ്രസ്താവം സുപ്രീം കോടതി പ്രസിദ്ധീകരിച്ചു. കോടതി പരിധി ലംഘിക്കുന്നുവെന്ന് ഗവർണർ രാജേന്ദ്ര അലേക്കർ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ ബിനോയ് വിശ്വത്തെ കുടഞ്ഞ മന്ത്രി ശിവൻകുട്ടി. പ്രതിപക്ഷ നേതാവ് കളിക്കരുത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. സർക്കാരിന് പിണറായിയുടെ പേര് പറയുന്നതിൽ കുശുമ്പെന്നും മന്ത്രി. PM ശ്രീ പദ്ധതിയിൽ CPI CPIM തർക്കം രൂക്ഷം. പിന്മാറരുത്. വാസ്തവത്തിൽ സമൂഹത്തിന്റെ ഉയരത്തിലുള്ള അപ്പർത്തട്ടിലുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ 4 ദിവസം കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കും. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ച് പോകണം എന്നേ ആലോചിക്കുകയുള്ളൂ. ഈ സമരത്തെ സർക്കാർ ഇനി എന്ന് കാണും. ആശാസമരത്തിന് പിന്തുണയുമായി പൗരസാഗരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരന്ന് ആയിരങ്ങൾ. സർക്കാർ വിരുദ്ധ സമരമാക്കാൻ ശ്രമമെന്ന് ആശമാർ. ലത്തീൻ സഭയ്ക്ക് അഭിമാന നിമിഷം. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി പ്രഖ്യാപിച്ചു. വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പ്. ആഘോഷത്തിൽ വിശ്വാസികൾ. BJP AIADMK സഖ്യത്തെ വിമർശിച്ച വിജയ്. അഴിമതിയിൽ മുങ്ങിയ സഖ്യമെന്ന് പരിഹാസം. BJP അധ്യക്ഷനായി നൈനാർ നാഗേന്ദ്രൻ ചുമതലയേറ്റു. ആഘോഷമാക്കി പ്രവർത്തകർ. IPL-ൽ ഗുജറാത്തിനെതിരെ ലക്നൌവിന് 181 റൺസ് വിജയലക്ഷ്യം. 7:30 പഞ്ചാബ് ഹൈദരാബാദ് പോരാട്ടം. ISL ചാമ്പ്യന്മാരെ ഇന്നറിയാം. കപ്പിനായി മോഹൻ ബഗാനും ബാംഗ്ലൂരും. ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. അതേസമയം സമയപരിധി നിശ്ചയിക്കുന്നത് അധികാരപരിധിക്ക് പുറത്തുള്ള കാര്യമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര അലേക്കർ പ്രതികരിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി ചട്ടവിരുദ്ധമെന്ന് സുപ്രീംകോടതി വിധിച്ചത് ഏപ്രിൽ 8-നാണ്. സുപ്രീംകോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിധിയുടെ പൂർണ്ണ രൂപത്തിലാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ അയച്ചാൽ രാഷ്ട്രപതി 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. തീരുമാനം വൈകുകയാണെങ്കിൽ അക്കാര്യം സർക്കാരിനെ രേഖാമൂലം അറിയിക്കണം. തീരുമാനം വൈകിയാൽ കോടതിയെ സമീപിക്കാൻ അധികാരമുണ്ടെന്നും ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച 415 പേജുള്ള ഉത്തരവിൽ പറയുന്നു. ബില്ലുകളിൽ രാഷ്ട്രപതി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഭരണഘടനയുടെ അനുച്ഛേദം 201. ഇതിലെവിടെയും സമയപരിധിയെക്കുറിച്ച് പറയുന്നില്ല എന്നിരിക്കെയാണ് രാഷ്ട്രപതിക്കും സമയപരിധി ഉണ്ടെന്ന സുപ്രീം കോടതി വിധി. ബില്ലിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വൈകരുതെന്ന പുഞ്ചി സർക്കാരിയ കമ്മീഷനുകളുടെ ശുപാർശകളെക്കുറിച്ചും ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ബില്ലുകൾ ഗവർണർ ഒപ്പിടുന്നതിന് സമയപരിധി തീരുമാനിച്ച സുപ്രീം കോടതി വിധി കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ളതാണെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പ്രതികരിച്ചു. ബില്ലുകളിൽ ഗവർണർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഭരണഘടന പറയുന്നില്ല. ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരേണ്ടത് പാർലമെന്റാണ്. കേസ് ഭരണഘടനാ ബെഞ്ചിന് കൈമാറുമെന്നാണ് കരുതിയതെന്നും ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ വിശദീകരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ചരിത്ര നീക്കവുമായി തമിഴ്നാട് സർക്കാർ. ചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെയാണ് തമിഴ്നാട് 10 നിയമങ്ങൾ പാസാക്കിയത്. ഗവർണർമാർക്ക് ബില്ലുകൾ അനിശ്ചിതമായി വൈകിപ്പിക്കാനാകില്ല എന്നും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുമുള്ള സുപ്രീം കോടതിക്ക് വിധിക്ക് പിന്നാലെയാണ് സർക്കാരിന്റെ ചരിത്ര നീക്കം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് എതിരായ SFIO അന്വേഷണം LDFിന്റെ കേസ് അല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടിൽ CPIMൽ കടുത്ത അതൃപ്തി. വീണയുടെ കേസ് വീണ നോക്കിക്കൊള്ളും എന്നും ബിനോയ് വിശ്വം ആശങ്കപ്പെടേണ്ടതില്ല എന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു.
പാർട്ടിയിൽ കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന മുൻ നിലപാട് ബിനോയ് വിശ്വത്തിന് തിരുത്തേണ്ടി വന്നത്. എക്സാലോജി കേസിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റതിന്റെ 68ാം വാർഷികം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത്. എന്നാൽ ഇന്നലെ അവസാനിച്ച CPI സംസ്ഥാന കൌൺസിലിൽ ഇതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. ആരോട് ചോദിച്ചിട്ടാണ് ബിനോയ് ഇങ്ങനെ മുഖ്യമന്ത്രിയെ വെള്ളപൂശുന്നത്? ഇത് പാർട്ടി നിലപാടാണോ എന്നിങ്ങനെയായിരുന്നു സെക്രട്ടറിക്കെതിരെ ഉയർന്ന ചോദ്യങ്ങൾ. സംസ്ഥാന സെക്രട്ടറി നിലപാട് തിരുത്തണമെന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമായി. ഇതോടെ ബിനോയ് വിശ്വം മലക്കം മറിഞ്ഞു. മുഖ്യമന്ത്രിയും മകളെയും വാർത്താ സമ്മേളനത്തിൽ തള്ളിപ്പറഞ്ഞു. വീണയ്ക്കെതിരെയുള്ള കേസുകൾ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ്. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും. ഇതാണ് ഇക്കാര്യത്തിൽ CPM നിലപാട്. അതിനെ ചോദ്യം ചെയ്ത ബിനോയ് വിശ്വത്തിന് ഇടപെടലിൽ കടുത്ത പ്രതിഷേധമുണ്ട് CPM-ന്. അത് വ്യക്തമാക്കുകയായിരുന്നു സംസ്ഥാന സമിതി അംഗം കൂടിയായ വി ശിവൻകുട്ടി. ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത്. ഇടതുമുന്നണി എന്നാൽ CPM-ഉം സർക്കാർ എന്നാൽ പിണറായിയുമാണെന്ന പ്രചരണങ്ങൾക്കെതിരെയും CPI-യിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കിയാണ് ബിനോയ് നിലപാട് തിരുത്തിയത്. അതിനെയും ശിവൻകുട്ടി പരിഹസിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണ് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നത്. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നും ഒരു അസൂയം കുശുമ്പിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടടുക്കുമ്പോൾ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നതകൾ മറനീക്കി പുറത്തുവരികയാണെന്ന് വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണർക്കെതിരെ CPI. BJP കണ്ണട മാറ്റി രാജേന്ദ്ര അലേക്കർ ഗവർണറുടെ കണ്ണടയിലൂടെ കാര്യങ്ങളെ കാണണം എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചു. രാജേന്ദ്ര അലേക്കർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പാത പിന്തുടരാൻ ശ്രമിക്കുന്നത് ഖേദകരമാണ്. ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതിനെതിരെ സുപ്രീംകോടതി വിധി ഭരണഘടനാപരം എന്നും ഗവർണർക്ക് വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും CPI വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ CPI-CPIM തർക്കം രൂക്ഷം. പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോകുമ്പോഴാണ് മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ കടുത്ത എതിർപ്പ് ഉയർത്തിയത്. വികസനത്തിന് കേന്ദ്രം പണം ചെലവാക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ചോദ്യം. എക്സാലോജി കേസിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റതിന്റെ 68ാം വാർഷികം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത്. എന്നാൽ ഇന്നലെ അവസാനിച്ച CPI സംസ്ഥാന കൌൺസിലിൽ ഇതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. ക്ഷമിക്കണം, ആ റിപ്പോർട്ട് മാറിപ്പോയി. നേരത്തെ CPI ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട്, അതായത് വീണ വിജയന്റെ കേസ് വീണ വിജയൻ നോക്കിക്കൊള്ളും എന്നതുമായി ബന്ധപ്പെട്ട് CPI-ഉം CPI-യും തമ്മിൽ അതിർത്തി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് PM ശ്രീ പദ്ധതി സംബന്ധിച്ചും CPI-ഉം CPI-യും തമ്മിലുള്ള തർക്കം രൂക്ഷമായിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുമ്പോഴാണ് മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ കടുത്ത എതിർപ്പ് ഉയർത്തുന്നത്. PM ശ്രീ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ കേരളം എതിർപ്പറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ 978.53 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിനുണ്ടാകുമെന്ന് വിശദമാക്കിയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇതിന് തയ്യാറായത്. ഇതനുസരിച്ച് സ്കൂളുകളിൽ നടപ്പാക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. അടുത്ത അധ്യയന വർഷം തുടങ്ങും മുൻപേ ഇതിനുള്ള ധാരണാപത്രം ഒപ്പിടാമെന്ന് വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കത്തയച്ചു. കഴിഞ്ഞ മന്ത്രിസഭാ
സഭായോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് CPI മന്ത്രിമാർ കടുത്ത എതിർപ്പ് ഉയർത്തിയത്. പിന്നീട് നടന്ന CPI നേതൃയോഗത്തിലും ഈ എതിർപ്പ് പരസ്യമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കെ ഇതുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് വിദ്യാഭ്യാസ മന്ത്രി കടുത്ത വിമർശനം ഉയർത്തിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കാശ് ആയതുകൊണ്ട് നമ്മൾ ആ ഫണ്ട് വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ രംഗത്തെ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നവും ഇല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. ആ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. 2022 ദേശീയ അധ്യാപക ദിനത്തിലാണ് രാജ്യത്തെ 14,500 സ്കൂളുകളുടെ നവീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ PM ശ്രീ പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് കേരളത്തിൽ 332 സ്കൂളുകൾക്കാണ് ഗുണം ലഭിക്കുക. 5 വർഷത്തേക്ക് കേന്ദ്രവിഹിതമായി 1008 കോടി രൂപ കിട്ടും. പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ ബോർഡിൽ PM ശ്രീ പദ്ധതി എന്ന് രേഖപ്പെടുത്തണമെന്ന വ്യവസ്ഥയോടാണ് കേരളത്തിന് എതിർപ്പുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആശാസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ പൗരസാഗരം. സമരം ചെയ്തു വന്ന തൊഴിലാളി പ്രസ്ഥാനമാണ് കേരളം ഭരിക്കുന്നത് എന്നത് സർക്കാർ മറക്കരുത് എന്ന് പൗരസാഗരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാഹിത്യകാരി ഖദീജ മുംതാസ് പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് നിരവധി ആളുകൾ ആണ് സമരപ്പന്തലിൽ എത്തിയത്. വൈകാരികമായി ഏറ്റെടുത്ത സമരമാണിത്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 62ാം ദിവസമാണ് ഐക്യദാർഢ്യവുമായി പൗരസാഗരം സംഘടിപ്പിച്ചത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ പിന്തുണയുമായി സമരവേദിയിലെത്തി. തോൽക്കാൻ പാടില്ലാത്ത സമരമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ പുരോഗമിക്കുന്നതെന്നും കൂടെ ആര് നിൽക്കുന്നുവെന്ന് നോക്കിയാണ് സർക്കാർ കടുംപിടുത്തം തുടരുന്നതെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരി ഖദീജ മുംതാസ്. നിങ്ങൾ വിജയിക്കാതെ പിന്മാറരുത്. വാസ്തവത്തിൽ സമൂഹത്തിന്റെ ഉയരത്തിലുള്ള അപ്പർത്തട്ടിലുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ 4 ദിവസം കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കും. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ച് പോകണം എന്നേ ആലോചിക്കുകയുള്ളൂ. ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് ആശമാർ മുന്നോട്ട് വെച്ചതെന്നും അതിനെ സർക്കാർ വിരുദ്ധ സമരമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും സമരസമിതി നേതാക്കളും പ്രതികരിച്ചു. സർക്കാരിനെ ഒരു തരത്തിലും പ്രതിസന്ധിയിലാക്കുന്നതോ ബുദ്ധിമുട്ടിലാക്കുന്നതോ ഉള്ള ഡിമാൻഡുകളല്ല ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എത്രയും വേഗം അംഗീകരിച്ചു തരാൻ കഴിയുന്ന ഡിമാൻഡുകളാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആശമാരെ രംഗത്തിറക്കി സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇസ്ലാമിസ്റ്റുകളുടെ ചിത്രം ഉൾപ്പെടുത്തിയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായി സോളിഡാരിറ്റിയുടെ വഖഫ് സംരക്ഷണ മാർച്ച് വിവാദത്തിൽ. വഖഫ് സമരവും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്തു ബന്ധം എന്ന തലക്കെട്ടോടെ സമസ്ത AP വിഭാഗം ദിനപത്രമായ സിറാജ് മുഖപ്രസംഗം എഴുതി. ചിത്രങ്ങളുമായുള്ള മാർച്ചിനെതിരെ വിമർശനവുമായി KT ജലീലും രംഗത്തു വന്നു. വഖഫ് നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായ സോളിഡാരിറ്റിയും SIOയും കരിപ്പൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലായിരുന്നു ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളായ ഹസനുൽ ബന്നയുടെയും മുഹമ്മദ് ഖുതുബിന്റെയും ചിത്രങ്ങൾ ഉയർത്തിയത്. നടപടിക്കെതിരെ സമുദായത്തിൽ നിന്ന് തന്നെ പ്രതിഷേധം ശക്തമാണ്. വഖഫ് സംരക്ഷണ പ്രക്ഷോഭ റാലി ആശയപ്രചരണത്തിന് വേദിയാക്കിയെന്നാണ് പ്രധാന വിമർശനം. നടപടിയെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയ AP വിഭാഗം മുഖപത്രമായ സിറാജ് സമരത്തിന്റെ ലക്ഷ്യത്തെ തന്നെ വഴിതിരിച്ചുവിടുന്ന വിവേകശൂന്യതയാണ് സോളിഡാരിറ്റിയിൽ നിന്നുണ്ടായതെന്ന് കുറ്റപ്പെടുത്തി. പാരമ്പര്യ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് മൗദൂദി സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് ബ്രദർഹുഡ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവരുമായി ആഴത്തിലുള്ള സൗഹൃദമുണ്ട്. വഖഫ് നിയമത്തിനെതിരെ മതേതര ഇന്ത്യ ഒന്നിച്ചേറ്റെടുത്ത പ്രക്ഷോഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടനാ താൽപര്യവും മതരാഷ്ട്ര നിലപാടും പ്രകടിപ്പിക്കണമായിരുന്നോ എന്നും വിമർശനം സിറാജ് ഉന്നയിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനവുമായി KT ജലീലും രംഗത്തു വന്നു. മുസ്ലിം ബ്രദർഹുഡുമായുള്ള ബന്ധം ആരോപിച്ച് രാജ്യത്ത് നടക്കാൻ പോകുന്ന എല്ലാ വഖഫ് വിരുദ്ധ സമരങ്ങളെയും അടിച്ചൊതുക്കാൻ അമിത്ഷായ്ക്ക് കൊടുത്ത വടിയാണ് കരിപ്പൂർ എയർപോർട്ട് മാർച്ച് എന്ന് ജലീൽ കുറ്റപ്പെടുത്തി. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി UDFിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയാണെന്നും ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ന്യൂസ് 18 മലപ്പുറം. വഖഫ് ദേശീയ പ്രശ്നമാണെന്നും പ്രതിഷേധത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് എന്നും PK കുഞ്ഞാലിക്കുട്ടി. മതേതര നിലപാടിൽ വെള്ളം ചേർക്കുന്ന നിലപാട് ആരെടുത്താലും സപ്പോർട്ട് ചെയ്യില്ല. കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സോളിഡാരിറ്റി നടത്തിയ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതിയിൽ KCBC നിലപാടിനെ പരോക്ഷമായി തള്ളി ലത്തീൻ സഭ മുഖപത്രം ജീവനാഥം. നിയമ ഭേദഗതി വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും വഴി തുറക്കുന്നതാണ് എന്നും ഇതിനെ കരുതലോടെ കാണണം എന്നും ജീവനാഥം ഓർമ്മിപ്പിക്കുന്നു.
നിയമ ഭേദഗതി അനിവാര്യമാണെന്നും എല്ലാവരും പിന്തുണയ്ക്കണമെന്നുമായിരുന്നു KCBCയുടെ ആഹ്വാനം. വഖഫ് നിയമ ഭേദഗതിയിൽ ഇതാദ്യമായാണ് ലത്തീൻ സഭയുടെ നിലപാട് മുഖപത്രം വ്യക്തമാക്കുന്നത്. നിയമ ഭേദഗതിയെ കണ്ണടച്ച് പിന്തുണയ്ക്കാതെ ഇതിലെ രാഷ്ട്രീയ മുതലെടുപ്പും അവ്യക്തതയുമാണ് ജീവനാഥം ചൂണ്ടിക്കാണിക്കുന്നത്. മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. തീരദേശത്തും വെറുപ്പിന്റെ വിദ്വേഷക്കൊടി പാറിക്കാൻ മുനമ്പം ആയുധമാക്കരുത്. വിദ്വേഷ പ്രചരണം കൊഴുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്നും നിയമ ഭേദഗതി വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും വഴി തുറക്കുന്നതാണെന്നും ജീവനാഥം വിലയിരുത്തുന്നു. യഥാർത്ഥ ഭൂമി ഉടമകളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം. രേഖകളില്ലാത്ത കയ്യേറ്റക്കാരുണ്ടെങ്കിൽ അക്കാര്യം സംസ്ഥാന സർക്കാർ നോക്കണം. JPC റിപ്പോർട്ടിൽ ഒരിടത്തും മുനമ്പം പരാമർശിക്കപ്പെട്ടിരുന്നില്ലെന്നും നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലെന്ന് അമിത്ഷായും കിരൺ റിജിജുവും വ്യക്തമാക്കിയതാണെന്നും ജീവനാഥം പറയുന്നു. മുനമ്പത്തിന് സഹായകരമാകുന്ന വ്യവസ്ഥയേതെന്ന് ഹൈബി ഈഡൻ MP ചോദിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെങ്കിലും പാർലമെന്റിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിരുന്നുവെന്നും എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു. ബുദ്ധമതക്കാരനായ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് സ്വന്തം ന്യൂനപക്ഷ സമുദായത്തിന്റെ കാര്യത്തിൽ വേവലാതിയില്ലെന്നും ജീവനാഥം ഓർമ്മിപ്പിക്കുന്നു. ലത്തീൻ സഭയ്ക്ക് മേൽക്കൈയുള്ള മുനമ്പത്ത് രാഷ്ട്രീയ നീക്കത്തിന് BJP ഒരുങ്ങുമ്പോഴാണ് സഭാ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ലത്തീൻ സഭ മുന്നോട്ട് വരുന്നത്. ന്യൂസ് 18 കൊച്ചി. വീട്ടിലെ പ്രസവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ യുവതി മരിച്ച സംഭവം മനഃപൂർവ്വമായ നരഹത്യയായി കാണാൻ കഴിയൂ. ആരോഗ്യവകുപ്പിന്റെ പ്രചാരണത്തിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി ന്യായീകരിക്കരുതായിരുന്നു എന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിന്റെ മതേതരത്വം വെളിപ്പെടാൻ പ്രത്യേക സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. BJP തമിഴ്നാട് അധ്യക്ഷനായി നൈനാർ നാഗേന്ദ്രൻ ചുമതലയേറ്റു. പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് നൈനാർ നാഗേന്ദ്രൻ ചുമതലയേറ്റത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ വൈകിട്ട് അവസാനിച്ചപ്പോൾ നൈനാർ നാഗേന്ദ്രൻ മാത്രമാണ് പത്രിക നൽകിയത്. അതിനിടെ AIADMK BJP സഖ്യത്തിന് എതിരെ വിമർശനവുമായി TVK നേതാവും നടനും ആയ വിജയ് രംഗത്ത് വന്നു. BJPയെ തമിഴ് ജനത 3 തവണ തള്ളിക്കളഞ്ഞതാണ് എന്നും അഴിമതിയിൽ മുങ്ങിയ സഖ്യങ്ങളിലൂടെ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ അണിനിരക്കുമെന്നും TVK വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കേരള ബന്ധം തേടി NIA. റാണയെ സഹായിച്ചവർ ആരൊക്കെയെന്നതിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2008 തഹാവൂർ റാണ കൊച്ചിയിൽ എത്തിയതായാണ് വിവരം. തഹാവൂർ റാണയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇയാളുടെ കേരള ബന്ധം NIA അന്വേഷിക്കുന്നത്. 2008 കൊച്ചിയിലെത്തിയ റാണയെ സഹായിച്ചവർ ആരൊക്കെയെന്നതിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഭീകരരെ റിക്രൂട്ട് ചെയ്യാനാണ് കൊച്ചിയിലെത്തിയതെന്ന് റാണ പറഞ്ഞതായി സൂചന. ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളോടും വ്യക്തമായ പ്രതികരണം റാണ നൽകുന്നില്ല. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന രീതിയാണ് റാണ തുടരുന്നത്. 2005 മുതൽ മുംബൈയിൽ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ റാണയടക്കം പ്രതികൾ തുടങ്ങിയെന്നാണ് NIA നൽകുന്ന വിവരം. അതിനിടെ 2008 റാണ കൊച്ചിയിലെത്തിയത്. 2008 ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂർ റാണ മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്ന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് സംശയമുണ്ട്. റാണ എത്തിയത് ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനെന്നാണ് NIAക്ക് കിട്ടിയ വിവരം. 17 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ റാണയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. കൊച്ചിയിലും ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചേക്കുമെന്നാണ് സൂചന. ഇതിനിടെ റാണയെയും ഹെറ്റ്ലിയെയും ഇന്ത്യയിൽ സഹായിച്ച ഒരാളെ NIA കസ്റ്റഡിയിലെടുത്തു. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഹെറ്റ്ലിയെ ഇന്ത്യയിൽ സ്വീകരിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയത്. റാണയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനായി ഇയാളെ ദില്ലിയിൽ എത്തിച്ചു. അതേസമയം FBI റെക്കോർഡ് ചെയ്ത ഫോൺ കോളുകൾ NIAക്ക് കൈമാറി. ന്യൂസ് 18 കൊച്ചി. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ തൂക്കിലേറ്റണമെന്ന ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ സുബേദാർ മേജർ PV മനേഷ്. മരണപ്പെട്ടാലും ഭീകരരെ വധിക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജ്യത്തെ ആക്രമിക്കാൻ വന്ന ഭീകരരെ തിരിച്ചു പോകാൻ നമ്മുടെ സൈന്യം അനുവദിച്ചിട്ടില്ല എന്നും PV മനേഷ് പറഞ്ഞു. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കമാൻഡോസിൻ്റെ ഭാഗമായ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ അവിടെ കണ്ട അവസ്ഥ എന്നത് ഏറ്റവും തികച്ചമായിട്ടുള്ള ഏറ്റവും നമ്മളൊക്കെ കണ്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഭീകരാക്രമണത്തിൽ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണയെ തിരിച്ചെത്തുകയാണ്. ഇനിയും എത്ര പേരുണ്ട്, എത്ര ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തിയത് എന്ന് ഇദ്ദേഹത്തിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇടവേള.
കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി വത്തിക്കാൻ. മാർപ്പാപ്പയുടെ വത്തിക്കാൻ പ്രഖ്യാപനത്തിൽ ആണ് അതിരൂപതയായി ഉയർത്തിയത്. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായും പ്രഖ്യാപിച്ചു. രൂപതാ സ്ഥാപനം നടന്ന് 102 വർഷം പിന്നിടുമ്പോഴാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഉന്നത ഉദ്യോഗസ്ഥരെ ട്രോളി വീണ്ടും എൻ പ്രശാന്ത്. IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടിമക്കണ്ണാകാൻ താൻ ഇല്ല എന്നും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലേ വിധേയനാകേണ്ടതുള്ളൂ എന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറയുന്നു. തനിക്ക് ഡാൻസും പാട്ടും അറിയില്ലെന്നും പരിഹാസരൂപേണ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഗോഡ്ഫാദർ ഇല്ലാത്ത, വരവിൽ കവിഞ്ഞ സമ്പാദ്യം ഇല്ലാത്ത, ഫിഡോഫിലിയ കേസുകൾ ഇല്ലാത്ത ആളാണ് താൻ എന്ന ഒളിയമ്പും കുറിപ്പിലുണ്ട്. പ്രേം നസീറും ഷീലയും അഭിനയിച്ച കുറ്റാന്വേഷണ ചിത്രത്തിന്റെ ഭാഗം ചേർത്താണ് പ്രശാന്തിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. ഷീല തന്റെ നിരപരാധിത്വം പറയുന്നതും നസീർ അത് വിശ്വസിക്കാത്തതും യഥാർത്ഥ കുറ്റവാളികൾ അത് നോക്കി നിൽക്കുന്നതുമാണ് ദൃശ്യം. IAS ഉദ്യോഗസ്ഥരായ A. ജയതിലകനെയും K. ഗോപാലകൃഷ്ണനെയും സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ N. പ്രശാന്ത് സസ്പെൻഷനിൽ തുടരുകയാണ്. വകുപ്പ് തല നടപടിയിൽ വിശദീകരണം നൽകുന്നതിന് N. പ്രശാന്ത് മുന്നോട്ട് വെച്ച ഉപാധികൾ നേരത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തള്ളിയിരുന്നു. ഹിയറിംഗിന്റെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗും ലൈവ് സ്ട്രീമിംഗും വേണമെന്നായിരുന്നു പ്രശാന്ത് മുന്നോട്ട് വെച്ച നിബന്ധന. ബുധനാഴ്ച വൈകിട്ട് 4:30 ഹാജരാകണമെന്നാണ് N. പ്രശാന്തിനുള്ള നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെയാണ് പ്രശാന്തിന്റെ പുതിയ പോസ്റ്റ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന N. പ്രശാന്ത് IASന്റെ ആവശ്യം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി പൊതുഭരണ വകുപ്പ് കത്ത് നൽകി. ലൈവ് സ്ട്രീമിംഗും റെക്കോർഡിംഗും അനുവദിക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2024 നവംബർ 11 N. പ്രശാന്ത് സസ്പെൻഷനിൽ ആയത്. തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ അറിയിച്ചു. സർക്കാരിന്റെ മറുപടി ഹൈക്കോടതി രേഖപ്പെടുത്തി. പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. തൊടുപുഴ തൊമ്മൻകുത്തി സ്ഥാപിച്ച കുരിശ് പൊളിച്ചു നീക്കിയ വനംവകുപ്പ്. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചത്. കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിൽ എന്ന വാദം ഉയർത്തിയാണ് വനംവകുപ്പ് പൊളിച്ചു മാറ്റിയത്. എന്നാൽ കുരിശ് കൈവശ ഭൂമിയിലാണ് എന്നാണ് വിശ്വാസികളുടെ വാദം. തൊടുപുഴ തൊമ്മൻകുത്ത് ആനയാടിക്കുത്തിലാണ് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ ഇന്നലെ കുരിശ് സ്ഥാപിച്ചത്. പള്ളി വികാരിയും വിശ്വാസികളും ചേർന്ന് പ്രദക്ഷിണമായി എത്തിയായിരുന്നു കുരിശ് സ്ഥാപിച്ചത്. ഈ കുരിശാണ് കോതമംഗലം ഡിവിഷനിലെ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പൊളിച്ചു നീക്കിയത്. കുരിശ് സ്ഥാപിച്ചത് വർഷങ്ങളായുള്ള കൈവശ ഭൂമിയിലാണെന്നാണ് വിശ്വാസികളുടെ വാദം. പള്ളിക്ക് എഴുതി കിട്ടിയ സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചത്. പ്രദേശത്ത് വനം വകുപ്പിന് സ്ഥലമില്ലെന്നും വിശ്വാസികൾ പറയുന്നു. വനംവകുപ്പിന്റെ സ്ഥലമല്ല, ഞങ്ങൾക്ക് പള്ളിക്ക് എഴുതി തന്ന സ്ഥലമാണ്. 60 വർഷമായിട്ട് അവിടെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കുരിശിരുന്നത്. ഞങ്ങൾ ഇന്നലെ 40-ാം വെള്ളിയാഴ്ച അങ്ങോട്ട് പരിഹാര പ്രദർശനം നടത്തിയതാണ്. ദുഃഖ വെള്ളിയാഴ്ച നടത്താനിരിക്കുന്നതാണ്. ആ കുരിശാണ് ഒരു മനുഷ്യനറിയാതെ അവര് ബലമായിട്ട് പൊളിച്ചെടുത്തുകൊണ്ട് പോയത്. എന്നാൽ കുരിശ് സ്ഥാപിച്ചത് റിസർവ് വനത്തിലാണെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ജോയിന്റ് വെരിഫിക്കേഷൻ നടന്ന സ്ഥലമാണ്. കുരിശ് സ്ഥാപിച്ച സെന്റ് തോമസ് പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമെന്നും റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. വീട് ഇരിക്കുന്നതിന് പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. അവർക്ക് വീട് പണിയാൻ പറ്റുന്ന രീതിയിലുള്ള ഭൂമിയുണ്ട് അവിടെ. ഇത് വീട് പണിയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അത് പാറയും പാറക്കൂട്ടങ്ങളും നിറഞ്ഞതാണ്. അവിടെ ധാരാളം കാട്ടുമരങ്ങൾ നിൽപ്പുണ്ട്. അതുകൂടാതെ റിസർവ് സ്റ്റാറ്റസ് ആണ്. ആ റിസർവ് സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് KSTPക്ക് റോഡ് പണിക്ക് വേണ്ടി ഇത് കൈമാറിയപ്പോൾ 1980 കൺസർവേഷൻ ആക്ട് പ്രകാരം തന്നെ ആണ് അവർക്ക് കൈമാറിയിട്ടുള്ളത്. അതിനോട് ചേർന്നുള്ള സ്ഥലം തന്നെയാണിത്. അതുകൊണ്ട് ഒരു കാരണവശാലും അതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയല്ല, അവർക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുമില്ല. കുരിശ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ പള്ളിയിൽ പൊതുയോഗം ചേർന്ന ശേഷം തീരുമാനിക്കുമെന്ന് വിശ്വാസികൾ പറഞ്ഞു. പ്രതിഷേധ സൂചകമായി കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അഭിഭാഷകനും മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അഭിഭാഷകരെയും വിദ്യാർത്ഥികളെയും പ്രതികളാക്കിയാണ് കേസ്. പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിലും കേസ് എടുത്തിട്ടുണ്ട്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല.
അഭിഭാഷകരും വിദ്യാർത്ഥികളും നൽകിയ വിവിധ പരാതികളിലാണ് 4 കേസുകൾ എടുത്തിട്ടുള്ളത്. കോളേജ് വിദ്യാർത്ഥികളുടെ പരാതിയിൽ 10 അഭിഭാഷകരുടെ പേരിലും അഭിഭാഷകരുടെ പരാതിയിൽ 10 വിദ്യാർത്ഥികളുടെ പേരിലും കേസുണ്ട്. പോലീസിന് നേരെ ആക്രമണം നടത്തിയതിന് കണ്ടാൽ അറിയാവുന്ന 10ഓളം പേർക്കെതിരെ കേസെടുത്തു. ഇതുവരെയും കേസുകളിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കോളേജിലേക്ക് അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായതായി ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ മറ്റൊരു പരാതിയും നൽകിയിട്ടുണ്ട്. SFI പ്രവർത്തകരാണ് കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ. നിയമവിരുദ്ധ സംഘം ചേരൽ, ആയുധങ്ങളുമായി കലാപശ്രമം, അതിക്രമിച്ച് കടക്കൽ, ദേഹോപദ്രവമേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും എന്നാൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് അഭിഭാഷക അസോസിയേഷൻ വ്യക്തമാക്കിയത്. അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന നിലപാടിലാണ് SFI. ന്യൂസ് 18 കൊച്ചി. IPL വാർത്തകൾ. IPL ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 181 റൺസ് വിജയലക്ഷ്യം. ഗുജറാത്തിനായി ഓപ്പണർമാരായ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും അർദ്ധ സെഞ്ചുറി നേടി. ലക്നൌവിനായി രവി ബിഷ്ണോയിയും ഷാർദുൽ താക്കൂറും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗ് തുടരുന്ന ലക്നൌ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 82 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന 2ാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ചാമ്പ്യന്മാരെ ഇന്നറിയാം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും ബംഗളൂരു FC-യും തമ്മിൽ ആണ് ഫൈനൽ പോരാട്ടം. പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി ഷീൽഡ് ജേതാക്കളായ ബഗാൻ സെമിയിൽ ജംഷഡ് FC-യെ ആണ് പരാജയപ്പെടുത്തിയത്. FC ഗോവയെ തോൽപ്പിച്ചായിരുന്നു ബാംഗ്ലൂരുവിന്റെ ഫൈനൽ പ്രവേശനം. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം ഗ്രാമിന് 7260 രൂപ. സ്വർണം ഗ്രാമിന് 8770 രൂപ. പവൻ 70160 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7260 രൂപ. പവൻ 58080 രൂപ. വെള്ളി ഗ്രാം 107 രൂപ. കിലോ 1,07,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.